വിട്ടുപോകുന്നു എന്ന് ചിലര് പറയണു ആരും വിട്ടുപോകുന്നില്ല. അപ്പൊ ശരീരത്തെക്കുറിച്ചാണോ പറയുന്നത്? ശരീരവുമായി ബന്ധപ്പെട്ട ആളുകളെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചാണോ പറയുന്നത്? അല്ല. ഈ ശരീരത്തിലിരിക്കുന്ന സൂക്ഷ്മശക്തികൾ, അത് മനസ്സാവട്ടെ, ചൈതന്യമാവട്ടെ, ആത്മാവട്ടെ, അത് സൂക്ഷ്മമാണ്. എന്നിട്ട് പറയുന്നു, ഇതാണ് എനിക്ക് അറിയേണ്ടത്. ഏതൽ വിദ്യാം, ഇതാണ് എനിക്ക് അറിയേണ്ടത്, അത് അവിടുന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് എന്ന് പറയുമ്പോൾ, നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ, കുട്ടികൾ, അവരുടെ ചോദ്യങ്ങളൊക്കെ സ്ഥൂലമായ കാര്യങ്ങളെക്കുറിച്ചായിരുന്നില്ല, സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അപ്പം ഇത് കേട്ടപ്പോൾ യമരാജാവ് ഉത്തരം പറയാണ്, ദേവൈയത്രാപി വിജികിത്സിതം പുരാ നഹി സുവിജ്ഞേയം അനുരേഷ ധർമ്മ അന്യം വരം നചികേതോ വൃണീഷ മാമോപരോത്സി അതിമാ സുജൈനം. ദേവൈ, നിങ്ങൾക്ക് മനസ്സിലാവും ഈ സംസ്കൃതമൊക്കെ അത്ര രസമാണത്. ദേവൈ എന്ന് പറഞ്ഞാൽ ദേവന്മാർ പോലും ഈ കാര്യത്തിൽ വിജികിത്സിതം പുര. വിജികിത്സിതം എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്. അപ്പം ഈ കാര്യം അറിയാനുള്ള ജിജ്ഞാസ ആർക്കുണ്ടായിട്ടുണ്ട്? പക്ഷേ നഹി സുവിജ്ഞേയം അനുരേഷ ധർമ്മ. ഇത് അണു എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായതുകൊണ്ട് നഹി സുവിജ്ഞേയം, അത്ര എളുപ്പത്തിലൊന്നും അറിയാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് അന്യം വരം നചികേതോ വൃണീഷ്വ. ആര് ചോദിക്കുകയാണ്? നചികേതസിനോട് യമരാജാവ് പറയാണ്, നീ വേറെ വരം ചോദിച്ചോളൂ. മാമോപരൽസി, എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത്, ഫോഴ്സ് ചെയ്യരുത് യമരാജാവ് പറയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ആര് ചോദിച്ചിട്ടുണ്ട്? നചികേതസ്. അപ്പൊ ഏതിനെക്കുറിച്ചാ പറയുന്നത്? സൂക്ഷ്മമായിരിക്കുന്ന എന്തോ ഒന്നിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ചിലര് പറയുന്നു വിട്ടുപോകുന്നുണ്ട് എന്ന്, ചിലര് പറയുന്നു വിട്ടുപോകുന്നില്ല. ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്നത് അപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം. അപ്പം പറയാണ്, ദേവന്മാർക്ക് പോലും ഇത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മനുഷ്യനായി ജനിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ നഷ്ടം തന്നെയല്ലേ. അതുകൊണ്ട് യമരാജൻ അങ്ങത് പറഞ്ഞു തന്നേ പറ്റുള്ളൂ എന്നൊരു പിടിവാശി ആർക്ക്? നചികേതസൻ. അപ്പോൾ യമരാജാവ് പറയുന്നൊരു വാക്കുണ്ട്, ഗംഭീരമാണ്. 23-ാം ശ്ലോകത്തിൽ പറയുന്നു, ശതായുഷ പുത്ര പൗത്രാൻ വൃണീഷ്വാം ബഹൂൻ പശൂൻ ഹസ്തിരണ്യമശ്വൻ ഭൂമേ മഹദായതനം വൃണീഷ്വാ സ്വയം ച ജീവം ശരദോ യാവതിച്ഛസി. ശതായുഷ പുത്രപൗത്രാൻ വൃണീഷ്വാ. ശത് ആയുഷം, 100 വയസ്സുവരെ ജീവിക്കുന്ന പുത്രപൗത്രാൻ, പുത്രനെ വേണം, പൗത്രനെ വേണം, ചോദിച്ചോളൂ. ബഹൂൻ പശൂൻ, പശുക്കളെ, ഹസ്തി ആനയെ, ഹിരണ്യം സ്വർണം, ഇതൊക്കെ ചോദിച്ചോളൂ. ഭൂമേ മഹദ് ആയതനം, ധാരാളം പ്രോപ്പർട്ടി ചോദിച്ചോളൂ. ഇനി വേണമെങ്കിൽ ജീവശരദോ, എത്ര കാലം നിനക്ക്, യാവതിച്ഛസി, എത്ര കാലം ജീവിക്കണം നീ ആഗ്രഹിക്കുന്നോ അത്രയും ചോദിച്ചോളൂ. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നാൽ നിങ്ങൾ മിസ്സാക്കൂ? യമരാജാവ് വലിയ ലോട്ടറിയല്ലേ കൊടുക്കുന്നത്? 100 വയസ്സിലധികം ജീവിക്കുന്ന, ആയുഷം 100ഓളം വയസ്സ് അല്ലെങ്കിൽ 100-ലധികം വയസ്സ് ജീവിക്കുന്ന മക്കളെ ചോദിച്ചോളൂ, പേരക്കുട്ടികളെ ചോദിച്ചോളൂ, ധാരാളം പശുക്കളെ ചോദിച്ചോളൂ, സ്വർണം ചോദിച്ചോളൂ. എത്ര കാലം നിനക്ക് ജീവിക്കണോ? ഇനി നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നാൽ നിങ്ങളിതിലേതാ ചോദിക്കുക? ശരീരം വിട്ടുപോകുന്നതിനെ കുറിച്ച് ചോദിക്കുമോ? ഈ സാധനങ്ങൾ ചോദിക്കുമോ? പൊതുവെ സാധാരണ മനുഷ്യൻ ഏതാ ചോദിക്കുക? യമരാജാവ് ഇന്നതൊക്കെ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയല്ലേ ചോദിക്കുക? ആണോ അല്ലയോ? എന്നാൽ ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അതിൽ ഉറച്ചു നിന്നവരുടെ സംസ്കാരമല്ല. നോക്കാം നമുക്ക് മുന്നോട്ട് പോകുമ്പം എന്തൊക്കെയാ ചോദിക്കുന്നത് എന്ന്. എന്നിട്ട് യമരാജാവ് പറയാണ്, ഏ കാമാ ദുർലഭാമത്യലോകേ സർവാൻ കാമാൻ ചന്ദത പ്രാർത്ഥയസ്വ നചികേതോ മരണം മാനുപ്രാക്ഷി. ഏ കാമാ ദുർലഭ, ഇത്തരം സൗഭാഗ്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ദുർലഭങ്ങളാണ്. അതുകൊണ്ട് നീ ഇതെല്ലാം സർവാൻ കാമാൻ പ്രാർത്ഥയിക്കുക, ഞാൻ ഈ തരുന്നതൊക്കെ നീ സ്വീകരിച്ചോളൂ എന്ന്. ഒരിക്കലും മരണം മാനുപ്രാക്ഷി, എന്നോട് എന്തിനെക്കുറിച്ച് ചോദിക്കരുത്? മരണത്തെക്കുറിച്ച് ചോദിക്കരുത് എന്നിങ്ങനെ യമരാജാവ് ആരെ നിർബന്ധിച്ചു? അപ്പൊ നചികേതസിന് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താ ഓപ്ഷൻ? ഒന്നുകിൽ മരണത്തെക്കുറിച്ച് അറിയാൻ ചോദിക്കാം, അല്ലെങ്കിൽ യമരാജാവ് കൊടുക്കുന്ന സാധനങ്ങളെക്കുറിച്ച് ചോദിക്കാം.
ആ സമയത്ത് കുട്ടി പറയുന്നൊരു ശ്ലോകമുണ്ട്, 27ാമത്തെ ശ്ലോകം, 27, 28 അത് ഗംഭീരാണ്. പറയുന്നു, ന വിത്തേന തർപ്പണീയോ മനുഷ്യോ ലപ്സ്യാമഹേ വിത്തമദ്രാക്ഷജത്വാം ജീവിഷ്യാമോ യാവദിശ്യസ്യചിത്വം ജീവിഷ്യാമോ യാവദിശ്യസ്യത്വം വരുസ്ത്വമേ വരണീയസ്സയേവാം ന വിത്തേന തർപ്പണീയോ മനുഷ്യോ ന വിത്തേന എത്ര വിത്തം കിട്ടിയാലും തർപ്പണീയോ മനുഷ്യ. തർപ്പണം എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുത്തുക. എത്ര സമ്പത്തോ സമൃദ്ധി കിട്ടിയാലും മനുഷ്യ മനസ്സിന് തൃപ്തി വരില്ല. ഉണ്ടോ? നിങ്ങൾക്കെല്ലാവർക്കും 1000-ൻ്റെ നോട്ട് തന്നു കഴിഞ്ഞാൽ, വിഷുക്കൈ നട്ടാണെന്ന് പറഞ്ഞ് വെച്ചോളൂ എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ഉടനെ മനസ്സ് പറയില്ലേ, 1 രൂപയും കൂടി തരായിരുന്നില്ലേ എന്ന്. അവ എത്രയും 1000. ഇനി 1 രൂപയാണ് തന്നതെങ്കിൽ ഒരു 5 തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഈ മാൾ വന്നതിന് ശേഷം നമ്മൾ സ്മോൾ ആവാൻ തുടങ്ങി. മാള് വന്നപ്പോൾ നമ്മൾ സ്മോൾ ആവാൻ തുടങ്ങി. കാരണം ഏത് കിട്ടിയാലാണ് സന്തോഷം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം അത്രയും ചോയ്സ് തന്ന് 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 അല്ലേ? ഏത് കാര്യത്തിലും ചോയ്സാണ്, ഇതെടുക്കണോ അതെടുക്കണോ എന്ന്. കൺഫ്യൂഷൻ അല്ലേ? പണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല, കാരണം ഏതെങ്കിലും ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ കൺഫ്യൂഷനാണ്. ആ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. സൗഭാഗ്യങ്ങൾ കൂടുന്തോറും മനുഷ്യൻ്റെ മനസ്സ് ചെറുത്. ആ 5 എത്ര ചെറിയ പ്രായമുള്ള കുട്ടിയാ പറയണത്, എത്ര കിട്ടിയാലും മനുഷ്യ മനസ്സിനൊരിക്കലും എന്ത് വരില്ല? തൃപ്തി വരില്ല. ഇതാണ് പാശ്ചാത്യ സംസ്കാരവും ഭാരതീയ സംസ്കാരവും തമ്മിലുള്ള വലിയ വ്യത്യാസം. സൂക്ഷ്മമായി മനസ്സിനെ മനസ്സിലാക്കിയവരുടെ സംസ്കാരമാണ്. നമ്മൾ ഒബ്സർവേഷൻ ഉള്ളവരായിരുന്നു പണ്ടുള്ളവർ. നോക്കൂ നിങ്ങൾ, നമുക്കിവിടെ ഒന്ന് പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് കടക്കാം. പാശ്ചാത്യ സംസ്കാരത്തിലാണ് ഉപഭോഗ സംസ്കാരം വന്നത്. ഉപഭോഗ സംസ്കാരം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉണ്ടാക്കിയെടുത്ത് ആ സമ്പത്തിനെ തൻ്റെ കയ്യിൽ പിടിച്ചു വെച്ച് അത് ലാവിഷായി ചെലവഴിക്കുന്നതിലാണ് സുഖം എന്ന് കരുതുന്ന സംസ്കാരത്തെയാണ് ഉപഭോഗ സംസ്കാരം, കൺസ്യൂമറിസം എന്ന് പറയുന്നത്. ആണോ അല്ലയോ? അപ്പം ധാരാളം സമ്പത്തുണ്ടാക്കണം, ആ സമ്പത്തിനെയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് അത് സ്വന്തം സുഖത്തിന് വേണ്ടി ലാവിഷായിട്ട് നോക്കൂ. അങ്ങനെയാണ് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നത് അല്ലേ? ആളുകൾക്ക് അങ്ങനെയൊരു പേഴ്സണാലിറ്റി ഉണ്ടായി. എന്ത്? ബ്രാൻഡഡ് ആയിട്ട് ഉള്ള സാധനം ഉപയോഗിക്കുന്നതിലാണ് സുഖം സന്തോഷം എന്നുള്ളത്. ആണോ അല്ലയോ? ഇപ്പം അടുത്ത കാലത്ത് ഒരു ബന്ദ് നടന്നു നമ്മുടെ നാട്ടിൽ. എന്തിനു വേണ്ടിയിട്ട്? വിലക്കയറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ബന്ദ് നടത്തിയോണ്ട് വില കുറയാൻ പോണ്ടോ? ഉണ്ടോ ഇല്ലയോ? എല്ലാവർക്കും അറിയാതെ. അപ്പോൾ വില കുറയ്ക്കാനുള്ള വഴി എന്താണ്? ഒരാൾ എന്നോട് ചോദിച്ചു, സ്വാമിക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ബന്ദ് നടത്തിയത് കൊണ്ട് ഒരു സാധനത്തിൻ്റെയും വില കുറയാൻ പോകുന്നില്ല എന്നല്ല, ഇത് കൂടാനാണ് പോകുന്നത്. ഇനിയും കൂടുകയുള്ളൂ. അപ്പോൾ ഇത് കുറയ്ക്കാൻ എന്താ വഴി? കുറയ്ക്കാൻ ഒറ്റ വഴിയുള്ളൂ. നമ്മളൊരു പ്രതിജ്ഞ ചെയ്യണം, 10 ദിവസത്തേക്ക് ഞാനത് ഉപയോഗിക്കില്ല എന്ന്. അങ്ങനെയാണെങ്കിലോ 10 ദിവസത്തേക്ക് ഇന്ത്യക്കാരും പഞ്ചസാര ഉപയോഗിക്കില്ല എന്നൊരു പ്രതിജ്ഞ ചെയ്താൽ അത്രയും ദിവസം പഞ്ചസാര അവിടെ കെട്ടിക്കിടക്കും. അവന് പിന്നെ ഇത് ചെലവഴിക്കാൻ ഒറ്റ വഴിയുള്ളൂ. എന്ത്? അപ്പോൾ വില കുറയ്ക്കാൻ എന്താ വഴി? അതല്ലേ ശരി? നിങ്ങൾ നോക്കൂ, ഭാരതത്തിൻ്റെ ഈ സംസ്കാരം എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിച്ചു, വിദേശ വസ്തുക്കൾ. അപ്പം ഗാന്ധിജിക്ക് മനസ്സിലായി ആളുകൾ വിദേശ വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകുന്നു എന്ന്. ഗാന്ധിജി അവിടെ നിന്നൊരു തീരുമാനം എടുത്തു. എന്ത്? പാശ്ചാത്യ വസ്തുക്കളെ ബഹിഷ്കരിച്ച് കോട്ടനെ ഉടുക്കുള്ളൂ. അത് താൻ തന്നെ അങ്ങോട്ട് നൂലുണ്ടാക്കിയില്ലേ ചർക്കയിൽ? ഉണ്ടോ ഇല്ലയോ? ഭാരതീയരെ സ്വാഭിമാനം പഠിപ്പിച്ചു. നമുക്ക് തന്നെ നെയ്തുണ്ടാക്കി, അല്ലെങ്കിൽ നമുക്ക് തന്നെ നൂലുണ്ടാക്കി ഇവിടെ നെയ്ത്തുകാരെടുത്ത് കൊടുത്ത്, കാണാൻ അത്ര ഫിനിഷിംഗ് ഇല്ലെങ്കിലും വസ്ത്രം പോരെ നമുക്ക്. അങ്ങനെയാണ് ഗാന്ധിജി ഏത് സംസ്കാരത്തിലേക്ക് വന്നത്? എന്നാൽ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ പിന്നീട് ആ ഖാദിയെ പോളിസ്റ്ററാക്കി കളഞ്ഞു. അതിനെ ഒന്നുകൂടി എങ്ങനെ ഭംഗിയാക്കാൻ പറ്റുമോ നോക്കിയവർ. അപ്പോൾ നോക്കൂ, ആവശ്യകത അങ്ങോട്ട് കുറച്ച സമയത്ത് സാധനം കെട്ടിക്കടന്നു. ബ്രിട്ടീഷുകാർക്ക് വേറെ വഴിയില്ല. പിന്നെ കൊണ്ടുവന്നതെല്ലാം തിരിച്ചു കൊണ്ടുപോകല്ലേ വഴിയുള്ളൂ. ആണോ അല്ലയോ? മനുഷ്യൻ ഇപ്പോൾ ആർത്തി മൂർത്ത് നടക്കുകയാണ്. എന്താ അവൻ്റെ ആർത്തിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു കഥ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സംഭവം നടന്നതാണത്രേ. ഒരു ഗ്രാമത്തിൽ വലിയൊരു പണക്കാരൻ വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു,
ഇവിടെ കുരങ്ങന്മാർ ധാരാളം ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. ഈ കുരങ്ങന്മാരെയൊക്കെ നിങ്ങൾ എനിക്ക് പിടിച്ചു തന്നാൽ ഒരു കുരങ്ങന് ഞാൻ 50 രൂപ വെച്ച് തരാം. ആളുകൾ പിന്നെ വെറുതെ ഇരിക്കുമോ? ഒരു കുരങ്ങനെ പിടിച്ചു കൊടുത്താൽ 50 രൂപ. ആളുകൾ കുരങ്ങനെ പിടിച്ചു കൊടുക്കാൻ തുടങ്ങി. ആളുകൾ കൊടുക്കുന്ന കുരങ്ങനെ ഇയാൾ മേടിക്കാൻ തുടങ്ങി. ഏറെക്കുറെ കുരങ്ങൻ കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഇയാൾ കുരങ്ങനെ വില കൂട്ടി 75 രൂപയ്ക്ക്. അപ്പോൾ പിന്നെ അടുത്ത ഗ്രാമത്തിലൊക്കെ ചെന്ന് കുരങ്ങനെ പിടിക്കാൻ തുടങ്ങി. വീണ്ടും ഇദ്ദേഹം പറഞ്ഞു, കുരങ്ങനെ കിട്ടണില്ലല്ലോ, ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. എവിടേക്കാണ് കുരങ്ങനെ ഇവർ കൊണ്ടുപോകുന്നറിയില്ല, കൂട്ടിലിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുരങ്ങൻ്റെ വില 100 ആക്കി. എന്തിനു പറഞ്ഞു? ജില്ലയിൽ തന്നെ കുരങ്ങനെ കിട്ടാനില്ല. ഈ സമയത്ത് ഇവരറിഞ്ഞു കുരങ്ങൻ്റെ വില 250 രൂപയാക്കി. ഇദ്ദേഹം 250 രൂപ. കുരങ്ങനെ പിടിച്ചേ പറ്റുള്ളൂ എന്നുള്ളത്. മനുഷ്യനെ കുരങ്ങനെ ആക്കാൻ പറ്റുമോ നോക്കണ്ട അവർ. ആ സമയത്താണ് ഒരു ഹാപ്പി ന്യൂസ് ഇവർക്ക് അറിയാൻ പറ്റിയത്. ഏതോ ഒരാൾ കുരങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത്രേ 200 രൂപയ്ക്ക്. 200 രൂപയ്ക്ക്. അങ്ങനെ ഇവർ നോക്കുമ്പോൾ ഒരാളിങ്ങനെ, അതും ബ്ലാക്ക് മാർക്കറ്റിലാണ് വരുന്നത്, ഓപ്പൺ മാർക്കറ്റിലല്ല, രഹസ്യമായിട്ടൊക്കെ കച്ചവടം. അങ്ങനെ കുരങ്ങനെ മേടിച്ച് അപ്പം മേടിക്കുന്ന കുരങ്ങനെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം പറയേണ്ടത്, 1 മിനിറ്റ് കാത്തിരിക്കൂ, ഒരു 5 ദിവസം നിങ്ങൾ കൂട്ടിലിട്ട് വയ്ക്കൂ, നമ്മൾ മേടിച്ചോളാം. ഒന്നും നമ്മൾ മേടിക്കാതിരിക്കില്ല, ഒരു 5 ദിവസം കാത്തിരിക്കുമെന്ന്. ഏറെക്കുറെ അവർ ബ്ലാക്ക് മാർക്കറ്റിൽ സാധനം കിട്ടാതെ വന്നു. നാട്ടിലാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ധാരാളം മനുഷ്യന്മാർ കുരങ്ങൻ. അങ്ങനെ മേടിക്കും എന്ന് പറഞ്ഞ ദിവസം ഇവരെല്ലാം കൂടി പോകുമ്പോഴേക്കും അയാൾ കെട്ടി ശബരിമലയ്ക്ക് കട പൂട്ടിയിട്ട് അയാൾ സ്ഥലം വിട്ടിട്ടുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവർ 50 രൂപയ്ക്ക് വിറ്റ സാധനമാണ് അവർ തന്നെ 200 രൂപയ്ക്ക് മേടിച്ചിരിക്കുന്നത്. നോക്കുക അയാളുടെ ബുദ്ധി. അതാണ് സത്യം. മനുഷ്യൻ ആർത്തി മൂർത്ത് ഓടുന്ന സമയത്ത് അറിയുന്നില്ല താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു എന്നുള്ളത്. ഇവിടെയാണ് നമ്മുടെ പൂർവികന്മാർ പറയുന്നത്, ഉപഭോഗ സംസ്കാരത്തിലേക്ക് നമ്മൾ വീണു പോകരുതെന്ന്. ആവശ്യത്തിന് നമ്മൾ ജീവിക്കണം, പക്ഷേ നമ്മുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് വേണ്ടാത്തതിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടെങ്കിൽ ഈ രാജ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടോ ഇല്ലയോ? ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചാലും എനിക്കറിയാം നടക്കില്ല എന്നുള്ളത്. കാരണം അത്രമാത്രം ആളുകൾ അതിലങ്ങോട്ട് മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരോട് 10 ദിവസത്തേക്ക് ഷുഗർ ഉപയോഗിക്കാതിരിക്കൂ എന്ന് പറഞ്ഞാൽ അവരെന്നെ ഷുഗറായിട്ട് തട്ടും. കാരണം അത്ര ഉറപ്പാണ് ഇതില്ലാതെ ഞങ്ങൾക്കൊരിക്കലും. പിന്നെ എന്തിനാ ജീവിക്കണത് എന്നാണ്. ഒരാൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് 100 വയസ്സ് വരെ ജീവിക്കാൻ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. ഡോക്ടർ ചോദിച്ചു, അങ്ങേക്ക് കള്ളു കുടിക്കുന്ന സ്വഭാവം ഉണ്ടോ എന്ന്. ഇതുവരെ കുടിച്ചിട്ടില്ല. സ്മോക്കിംഗ് ഒട്ടുമില്ല. പിന്നെ ക്ലബ്ബുകൾ അതൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് കറങ്ങി നടക്കുക, ടൂറൊക്കെ, അതൊന്നുമില്ല ഡോക്ടറെ എന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു, പിന്നെ താനൊക്കെ എന്തിനാടോ 100 വയസ്സ് വരെ ജീവിക്കുന്നതെന്ന്. അപ്പം 100 വയസ്സ് വരെ ജീവിക്കണമെങ്കിൽ എല്ലാ വിധത്തിലുള്ള തോന്നിവാസങ്ങളും ഉള്ളവരാണ് ജീവിക്കേണ്ടതെന്നാണ്. ആ ലോകത്തിലപ്പം നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാലും ആരും ഉപേക്ഷിക്കില്ല. അപ്പം അതുകൊണ്ട് ഇപ്രകാരം ഈ കുട്ടി ചോദിക്കുകയാണ്, വിത്തേന ന തർപ്പണീയോ മനുഷ്യോ. എത്ര കിട്ടിയാലും മനുഷ്യന് എന്തില്ല, തൃപ്തി വരില്ല. നോക്കൂ നിങ്ങൾ, പാശ്ചാത്യ ലോകത്തിൽ ഭൗതിക സമ്പത്തിനെ അടക്കി വെച്ചു അവർ. ഇത് തന്നെയാണ് പിന്നീട് മുഗളന്മാരുടെ കാലഘട്ടത്തിലുണ്ടായത്. അവർ ഭാരതത്തിൽ വന്നത് നമ്മുടെ സമ്പത്തിനെ അപഹരിക്കാനാണ്. അവരും കണ്ണുവെച്ചത് ഏതിലാണ്? സമ്പത്തിലാണ്. ആണോ അല്ലയോ? അങ്ങനെ ഇവരൊക്കെ സമ്പത്തിൽ കണ്ണുവെച്ച്, സമ്പത്ത് എടുത്തു വെച്ച്, സമ്പത്ത് പിടിച്ചു വെച്ച് അതിനെ ഉപഭോഗം ചെയ്യുന്നതിലാണ് സുഖം എന്ന് തെറ്റിദ്ധരിച്ച ഒരു സംസ്കാരത്തിലാണ് പാശ്ചാത്യ ലോകം വളർന്നു വന്നത്. ആണോ? അപ്പം അങ്ങനെ അടക്കി വെച്ച് ഒരു കാലഘട്ടത്തിൽ ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരാണ് തിയോളജി എന്ന് പറയും. അത് ഭാരതത്തിലെ അദ്വൈത സിദ്ധാന്തം പ്രചരിക്കപ്പെടാത്ത കാലത്ത് പാശ്ചാത്യ ലോകത്തിലുള്ളൊരു സംസ്കൃതിയുടെ പേരായിരുന്നു തിയോളജി. എന്താ തിയോളജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈശ്വരൻ സൃഷ്ടിച്ച ലോകം, അതിൽ വെളുത്തവരെന്ന് പറയുന്നത് ഈശ്വരൻ്റെ നേരിട്ടുള്ള സൃഷ്ടിയും കറുത്തവൻ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ പാപസൃഷ്ടിയുമാണ്. അപ്പം അതുകൊണ്ട് കറുത്തവനെ അടിമയാക്കി വെച്ച് വെളുത്തവൻ തൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആരുപയോഗിച്ചു? കറുത്തവരെ. അങ്ങനെയാണല്ലോ കറുത്തവരൊക്കെ കുറേയൊക്കെ കേട്ടില്ലേ ചരിത്രങ്ങൾ. വെളുത്തവൻ ഒരു സുപ്പീരിയോറിറ്റിയിലേക്ക് ഉയർന്നു, കറുത്തവൻ അവൻ്റെ അടിമയായിട്ട്. ഇന്നും ആ ഒരു സൈക്കോളജി ഉണ്ടല്ലോ. ഉണ്ടോ പാശ്ചാത്യ ലോകത്തിൽ? ഈശ്വരൻ്റെ നേരിട്ടുള്ള സൃഷ്ടിയായി തീർന്നു ആര്? ഇതങ്ങനെ പ്രചരിപ്പിച്ച് മനസ്സിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട്
ക്രൂരമായി കറുത്തവരെ വളരെയധികം മിസ്യൂസ് ചെയ്ത സമയത്താണ് മനുഷ്യസ്നേഹിയായിരുന്ന കാറൽ മാക്സ്, അദ്ദേഹം വലിയ മനുഷ്യസ്നേഹിയായിരുന്നു, ഈ അങ്ങേയറ്റത്തെ അധപ്പതിച്ച സംസ്കാരത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല, ദൈവം എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല, ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാൽ നടക്കുകയാണ്. കെമിക്കൽ കോമ്പോസിഷൻ കൊണ്ടാണ് ചിലർ വെളുത്തവരാവുന്നതും കറുത്തവരാകുന്നതും, അതിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയൊന്നുമില്ല, ദൈവത്തെ ചൂഷണം ചെയ്യുകയാണ്. ദൈവം എന്ന് പറയുന്നത് മനുഷ്യനെ ചതിക്കാനും വഞ്ചിക്കാനുമുള്ള ഒരു ഉപാധിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം മനുഷ്യസ്നേഹിയായ അദ്ദേഹം കറുത്തവരെയൊക്കെ സംഘടിപ്പിച്ച്, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വെളുത്തവർക്കെതിരെ, ബൂർഷകൾക്കെതിരെ, സമ്പന്ന മുതലാളിമാർക്കെതിരെ വലിയൊരു റവല്യൂഷൻ നടത്തി. സാർ ചക്രവർത്തിമാരെ വധിച്ചുകൊണ്ടും ചൈനയിലുള്ള വിപ്ലവം കൊണ്ട് വലിയ രാജാക്കന്മാരെയൊക്കെ വധിച്ചുകൊണ്ടും രാജ്യസമ്പത്ത് അതാരുടെയും കുത്തകയല്ലെന്നും അതെല്ലാവർക്കും ഒരുപോലെ എന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി ആർക്കുണ്ടാക്കാൻ പറ്റി? അങ്ങനെയാണല്ലോ കമ്മ്യൂണിസം ലോകത്തിലേക്ക് വന്നത്. അപ്പം ആരെയും ദൈവത്തിൻ്റെ സ്പെഷ്യൽ സൃഷ്ടികളാവാൻ അനുവദിക്കാതെ ഇതെല്ലാം പ്രകൃതിയാലുള്ളതാണെന്നും പ്രകൃതിയിലുള്ള വിഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്നും സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ കാറൽ മാക്സും മനസ്സ് വെച്ചത് ഏതിലാണ്? വെളുത്തവൻ സമ്പത്തിനെ തൻ്റെ കൺട്രോളിലാക്കാൻ കറുത്തവനെ മിസ്യൂസ് ചെയ്തു, അവനെ തൊഴിലാളിയാക്കി, അവനെ അടിമയാക്കി സമ്പത്ത് ആർജിച്ചു. ഈ സമ്പത്ത് അടക്കി വെച്ചതിലുള്ള പ്രതിഷേധം കൊണ്ട് അതെല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യണമെന്ന് കാറൽ മാക്സ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും എവിടെയായിരുന്നു? സമ്പത്തിലായ. അതാണ് അവർ വൈരുദ്ധ്യാത്മിക വിപ്ലവം എന്ന് പറയുമ്പോണ്ടല്ലോ, അതും ഫോക്കസ് ചെയ്തിരിക്കുന്നത് സമ്പത്തിലാണ്, മെറ്റീരിയലിസത്തിലാണ്. എന്നാൽ ഭാരതത്തിനെ സംബന്ധിച്ച് ഈ സമ്പത്തിലായിരുന്നില്ല ശ്രദ്ധ വെച്ചിരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമ്പത്തുണ്ടെങ്കിലും അതൊന്നും മനുഷ്യ മനസ്സിനെ തൃപ്തിപ്പെടുത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഭാരതീയ മഹാന്മാര്, ചിന്തകന്മാർ ഉയർന്നു വന്നതുകൊണ്ട് അവർ ഭൗതികതയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഈ ഭൗതികതയോട് ഇടപഴകുന്ന ഏതിനെയാണ്? ആത്മീയമായിരിക്കുന്ന, ആത്മീയം എന്ന് പറഞ്ഞാൽ തന്നിലിരിക്കുന്ന മനസ്സിനെയാണ്. ശ്രദ്ധിക്കും നിങ്ങൾ, എന്ത് സാധനങ്ങൾ നമ്മൾ തുല്യമായി വിതരണം ചെയ്താലും എല്ലാവരുടെയും മനോഭാവം ഒരുപോലെ ഇരിക്കുമോ? ഉണ്ടോ? ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരേ പാത്രത്തിലുണ്ടാക്കിയ ചായ ഒരേപോലെയുള്ള ഗ്ലാസ്സിൽ, സ്വർണ്ണ ഗ്ലാസ്സിൽ തന്നുയിരിക്കുക എന്ന് വിചാരിക്കാനേ പാടുള്ളൂ. ഒരേ പാല്, ഒരേ കമ്പനിയുടെ പഞ്ചസാര, എല്ലാം ഒന്ന് തന്നെ. എല്ലാവരുടെയും സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒരുപോലെ ഇരിക്കുമോ? അതെന്താ ഒരുപോലെ ആവാത്തത്? ഒരേ അച്ഛൻ്റെ അമ്മയുടെയും മക്കളായാലും ഒരുപോലെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമോ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾ ഒരേപോലെയാണോ പെരുമാറാറ്? ആണോ അല്ലയോ? സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും